മറ്റൊരു വാർത്ത, US പടക്കപ്പൽ എബ്രഹാം ലിങ്കണിൽ സംഘർഷമുണ്ടായി 7 സൈനികർ കൊല്ലപ്പെട്ടു. ഇറാൻ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയിൽ ഇതുവരെ അമേരിക്ക ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. കപ്പലിലെ സൈനികർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ചിലർ കടലിൽ ചാടി ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. വിനോദ് ചേരുന്നു. വിനോദിനെ രാവിലെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയുടെ പുതിയൊരു മുഖം കൂടിയായി ഇത് മാറുകയാണ്. അങ്ങനെയെങ്കിൽ സാഹചര്യം ഗുരുതരമല്ലേ? ഇതിനകം തന്നെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, അമേരിക്ക ആ മേഖലയിൽ നിന്നും പൂർണ്ണമായി സൈന്യത്തെ പിൻവലിക്കുന്നു എന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ഈ കപ്പലിൽ സംഭവിച്ചിരിക്കുന്നത്? ഇക്കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? സൈത്ത് 260 ദിവസമായി എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ കടലിൽ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് അതിലെ സൈനികർക്ക് വലിയ മാനസിക സമ്മർദ്ദം. അവർക്ക് പരമാവധി 6 മാസം വരെയാണ് ഇങ്ങനെ ഒരു സൈനിക വിന്യാസത്തിൻ്റെ ഭാഗമായി കടലിൽ തുടരേണ്ടി വരിക. അതാണ് രീതി. അമേരിക്കയുടെ എല്ലാ കാലത്തും ഉള്ള യുദ്ധ സാഹചര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പടക്കപ്പലുകൾ 6 മാസം കഴിയുമ്പോഴേക്കും അതിലെ സൈനികരെ മാറ്റുകയോ പുതിയ പടക്കപ്പൽ വരികയോ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ ഇതിപ്പോൾ 9 മാസമായിട്ടും എപ്പോൾ അവർക്ക് തിരികെ പോകാൻ കഴിയും എന്നതിൽ ഒരു നിശ്ചയമില്ല. യുദ്ധമാണെങ്കിൽ പലപ്പോഴും യുദ്ധത്തിനുള്ള ആഹ്വാനമുണ്ടാകുന്നു, പക്ഷേ കടുത്ത യുദ്ധത്തിലേക്കോ കരയുദ്ധത്തിലേക്കോ കാര്യങ്ങൾ പോകുന്നില്ല. അതേസമയം ഇറാൻ തീരത്ത് കപ്പൽ ഇങ്ങനെ തുടരുകയും ചെയ്യുന്നു. അതിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അത് വലിയ തോതിൽ കുറവ് വരികയാണ്. അവരുടെ ശുചിമുറികൾ, ടോയ്ലറ്റുകൾ ഉൾപ്പെടെ പൊട്ടിപ്പോകുന്ന ഒരു സാഹചര്യം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെയാണ് അവിടെ ശുചിത്വമില്ലായ്മ, പൂപ്പലൊക്കെ പിടിച്ച് പലർക്കും പകർച്ചവ്യാധികൾ വരുന്ന സാഹചര്യമുണ്ട്. അലക്ക് മെഷീൻ, അങ്ങനെ വസ്ത്രങ്ങൾ അലക്കുന്ന സംവിധാനം, അതിന് കേടുപാടുകൾ സംഭവിക്കുന്നു. ഈ ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്ക് പലരും ചെന്ന് വീഴുന്നു. കൃത്യമായ ഭക്ഷണമില്ല. അടിസ്ഥാനപരമായി അവർക്ക് സോപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ പോലും വലിയ കുറവ്. അരക്കപ്പ് ചോറും 2 കഷ്ണം ഇറച്ചിയും മാത്രമാണ് ലഭിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ. ഇതെല്ലാം തന്നെ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു തസ്നിം ന്യൂസ് ഏജൻസിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടത്. പക്ഷേ ഒരു കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട് സൈത്ത്. ഈ കപ്പലിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് ചില സൈനികർ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ, ഒരാളുടെ കുടുംബാംഗങ്ങൾ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, സാന്റിയാഗോയിൽ നടന്ന സൈന്യത്തിൻ്റെ ഒരു സമ്മേളനത്തിലേക്ക് ഈ സൈനികരുടെ കുടുംബാംഗങ്ങൾ എത്തുകയും, ഏതാണ്ട് 100-ലധികം സൈനികരുടെ കുടുംബാംഗങ്ങളാണ് അവർ എത്തുകയും ഈ പരാതി അവർ പറയുകയും ചെയ്തു. സൈനികർ ഇങ്ങനെ അനിശ്ചിതകാലമായി കടലിൽ തുടരുന്നതിൻ്റെ വേദനയും അതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ തന്നെ ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് അവർ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ എബ്രഹാം ലിങ്കണിൽ 5000-ത്തിലധികം ആളുകളുണ്ട്. അതായത് സൈന്യവും സാങ്കേതിക വിദഗ്ധരുമടക്കം 5000-ത്തിലധികം ആളുകൾ തുടരുകയാണ്. 5000 എന്നത് ഒരു ചെറിയ സംഖ്യയല്ല. ഒരു കപ്പലിൽ നമ്മൾ മറ്റ് കപ്പലുകൾ കരുതും പോലെ അല്ല, അല്ലെങ്കിൽ ഒരു ആഡംബര കപ്പലിൽ കിട്ടുന്ന സുഖസൗകര്യങ്ങളോ അങ്ങനെയുള്ള മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഒരു പടക്കപ്പലിൽ ഉണ്ടാകില്ല. പ്രത്യേകിച്ച് യുദ്ധസാമഗ്രികൾ, അങ്ങനെയുള്ള സാങ്കേതികമായി കുറച്ചുകൂടി മികവുറ്റ് നിൽക്കുന്ന ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കപ്പലാണ്. അവിടെ ഒരു പരിമിതമായ സംവിധാനങ്ങളായിരിക്കും അതിനകത്തെ ആളുകൾക്ക് ലഭിക്കുക. അത് തന്നെ കൂടുതൽ ശോകമായ അവസ്ഥയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അത്രയും ശോച്യാവസ്ഥയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഈ സൈനികർക്ക് മാനസിക പ്രയാസം ഉണ്ടാകുന്നത്, അവർക്ക് മനോനിലയിൽ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഒമാൻ തീരത്ത് ജൂലൈയിൽ ഒരു തവണ അടുത്തു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ എബ്രഹാം ലിങ്കൺ ഒരിക്കൽ പോലും കര തൊട്ടിട്ടില്ല, തീരത്തേക്ക് വന്നിട്ടില്ല. ഇറാൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ വലിയ ആക്രമണ ഭീതി കൂടിയുണ്ട്. ഏതാണ്ട് 100ഓളം മിസൈലുകൾ ഇറാൻ എബ്രഹാം ലിങ്കൺ ലക്ഷ്യമാക്കി അയക്കുകയും ചെയ്തു. ഇതെല്ലാം തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞെങ്കിലും അവർ അലട്ടുന്നൊരു കാര്യം, സ്ഥിരമായി ഒരു മേഖലയിൽ തുടരുമ്പോൾ ഒരുപക്ഷേ ഈ എതിരാളിക്ക് ആക്രമിക്കാനുള്ള സാധ്യതകൾ കൂടുകയാണ്. ആ ഒരു ഭയം കൂടി ഈ സൈനികർക്ക് ഉണ്ടാകണം സൈത്ത്. അതാണ് ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ് എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പലിൽ നിന്നും, അമേരിക്കൻ പടക്കപ്പലിൽ നിന്നും പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.